ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വെജിറ്റബിൾ കട്ട്ലറ്റാണിത്, കോൺ കട്ട്ലറ്റ്. അതിന് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ഞാൻ 2 എടുത്ത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യമേ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോണ് വേവിച്ചെടുത്തതാണത്, ചോളം വേവിച്ചെടുത്തത്. പിന്നെ മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത്, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായി മുറിച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും ഇഞ്ചി ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ജീരകം 1 ടീസ്പൂണും ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഈ പൊടിച്ച് വെച്ച ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ലപോലെ വേവിച്ച് വെച്ചാണിത്. വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് നമുക്കൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലകളും ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിന് നിങ്ങൾക്ക് കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ കടലമാവാണ് ചേർത്തിരിക്കുന്നത്. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് കയ്യിലൊരു ഇത്തിരി എണ്ണ പുരട്ടിയതിന് ശേഷം ഇതൊരു ബോൾ സൈസ് മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ പരത്തിയെടുക്കണം. എല്ലാം അതുപോലെ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ ഒന്ന് വറുത്ത് കോരിയാൽ നമ്മുടെ നല്ല രുചിയുള്ള കട്ട്ലറ്റ് റെഡിയാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓളിനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്വാദുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്താൽ ഹോട്ടായിട്ട് തന്നെ നല്ല ചൂടോടുകൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.